Good morning, all. Today we discuss octal and hexadecimal number system. Firstly, we discuss the octal number system. As you have previously mentioned, the octal number system, what is a base 8 system. Oct എന്ന വാക്കിൽ നമുക്കറിയാം അതിൽ തന്നെ 8. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അതൊരു ബേസ് 8 നമ്പർ സിസ്റ്റം ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള 8 സിമ്പിൾസ് 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ 357 ബേസ് 8. ഒരിക്കലും നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലല്ലാത്ത മറ്റൊരു സിസ്റ്റത്തിൽ നമ്മൾ നമ്പേഴ്സിനെ 1000, 100, 10 ആ രൂപത്തിൽ നമ്മൾ വായിക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ 357 ബേസ് 8. ഇറ്റ് ഈസ് നോട്ട് 357. 357 അല്ല ഇത്. ഇറ്റ് ഈസ് 357 ബേസ് 8 ആണ്. ഒക്ടൽ നമ്പർ ആണ്. കാരണം അവിടെ 7ൻ്റെ പൊസിഷൻ്റെ വാല്യൂ അതേപോലെ തന്നെ 5ൻ്റെ പൊസിഷൻ്റെ വാല്യൂ, 3യുടെ പൊസിഷൻ്റെ വാല്യൂ ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ 10 ബേസ് ആണെങ്കിൽ അത് 10⁻1, 10⁻0, 10⁻1, 10⁻2 അങ്ങനെയാണ് നോക്കുക. പക്ഷേ ഇവിടെ ബേസ് 8 ആണ്. അപ്പോൾ 8ൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് ആയിട്ടാണ് എന്ത് വരിക, അതിൻ്റെ പൊസിഷൻ വെയിറ്റുകൾ വരിക. അപ്പോൾ ഇതിനെ നമ്മൾ കറസ്പോണ്ടിങ് പൊസിഷൻ വെയിറ്റുകൾ കാണിക്കുകയാണെങ്കിൽ ദിസ് octal number must be equal to 3 into 8 square plus 5 into 8 raised to 1 plus 7 into 8 raised to 0. It must be equal to a some quantity that is in base 10. Okay, we will discuss that a little bit later. അപ്പോൾ ഈ എക്സ്പാൻഷൻ മെത്തേഡ് തന്നെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിനെ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡെസിമൽ നമ്പർ കിട്ടും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ആക്ച്വലി അത് ഉപയോഗിക്കുക. അപ്പോൾ ജനറലായിട്ട് നമ്മൾ ഒരു ഒക്ടൽ നമ്പറിനെ, ഒരു ഒക്ടൽ അല്ലെങ്കിൽ ഒരു ബേസ് 8 നമ്പറിനെ ബേസ് 10ലേക്ക് അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, റൈറ്റ് മോസ്റ്റ് നോക്കുകയാണെങ്കിൽ റൈറ്റ് മോസ്റ്റ് നമ്പറിനെ എന്ത് ചെയ്യണം, 8 raised to n-1. ഇപ്പോൾ ഇവിടെ n ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ 3 ഡിജിറ്റ് ആണ്. അപ്പോൾ ഇവിടെ 8 raised to 2. ഇവിടെ 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 8 ക്യൂബ് കൊണ്ട്, 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 8 raised to 4 കൊണ്ടാണ് ഫസ്റ്റ് നമ്പറിനെ, അതായത് റൈറ്റ് മോസ്റ്റിലെ ഫസ്റ്റിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് റൈറ്റ് മോസ്റ്റിലെ നമ്പറിനെ എന്ത് വെച്ച് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം, 8 raised to n-1. ഓക്കെ, അപ്പോൾ ഓരോ nth നമ്പറിനെയും 8 raised to n-1 വെച്ച് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഡിജിറ്റാണ് നമ്മൾ, അല്ലേ, ഇവിടെ മൂന്നാമത്തെ ഡിജിറ്റാണ് നമ്മൾ അത് എടുക്കുന്നതെങ്കിൽ അതിനെ 8 raised to 2. രണ്ടാമത്തെ ഡിജിറ്റ് 5 ആണ്. അപ്പോൾ അതിനെ 8 raised to 1. ഒന്നാമത്തെ ഡിജിറ്റ് ആണെങ്കിൽ അതിനെ 8 raised to 0. ഈ രൂപത്തിലാണ്
നമ്മൾ അതിൻ്റെ പൊസിഷൻ വെയിറ്റ് കണക്കാക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം, അതെല്ലാം കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസ് 10ലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ അത് തന്നെയാണ് നമ്മളിവിടെ എക്സാമ്പിൾ എടുക്കുന്നത്. 357 ബേസ് 8, പൊസിഷൻ്റെ പവേഴ്സ് 8 സ്ക്വയർ, 8 raised to 1, 8 raised to 0, അതിൻ്റെ വാല്യൂസ് 64, 8, 1. ഇനി ഒക്ടൽ നമ്പർ ഏതായിരുന്നു? 357. അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്? 3 ഇൻറ്റു 64 പ്ലസ് 5 ഇൻറ്റു 8 പ്ലസ് 7 ഇൻറ്റു 1. It must be equal to 192 plus 40 plus 7. That must be equal to 239. അതിന് ആ രൂപത്തിൽ വായിക്കാം. കാരണം ഇതാ ബേസ് 10 ആണ്, 39 ആണ് 239, അല്ലെങ്കിൽ 239 ബേസ് 10. അപ്പോൾ 357 ബേസ് 8ൻ്റെ ഈക്വലൻറ്റ് ഡെസിമൽ നമ്പർ 239 ബേസ് 10 ആണ്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 1246 ബേസ് 8. ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഇതിൻ്റെ പൊസിഷൻ വെയിറ്റ്, നമ്മുടെ ഒക്ടൽ നമ്പർ 1246 പൊസിഷൻ്റെ വെയിറ്റിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. Then 1 into 512 plus 2 into 64 plus 4 into 8 plus 6 into 1. Okay. 1 into 512 plus 2 into 64 plus 4 into 8 plus 6 into 1. That must be equal to 512 plus 128 plus 32 plus 6. That is equal to 678 base 10. അപ്പോൾ ഒക്ടലിനെ എങ്ങനെയാണ് ഡെസിമലിലേക്ക് കൺവേർഷൻ നടത്തുന്നത്? നമ്മളിപ്പോൾ ഇവിടെ ഏത് മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത്? മെത്തേഡിൻ്റെ പേര് എക്സ്പാൻഷൻ മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ എക്സ്പാൻഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഒക്ടൽ നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർഷൻ നടത്തി. ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പാൻഷൻ മെത്തേഡും അതിൻ്റെ കൂടെ വേറൊരു മെത്തേഡ് ഡബിൾ ബാബിൾ മെത്തേഡ് എന്നുള്ളൊരു മെത്തേഡും കൂടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു മെത്തേഡ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, എക്സ്പാൻഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഉള്ള കൺവേർഷൻ. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഡെസിമലിൽ നിന്ന് എങ്ങനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് നമ്മൾ ബൈനറിയുടെ കേസിൽ ഏതാ മെത്തേഡ് ഉപയോഗിച്ചത്? സക്സസീവ് ഡിവിഷൻ ബൈ 2. ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അതേ പ്രൊസീജിയർ. അവിടെ ബേസ് 2 ആയിരുന്നു, അതുകൊണ്ട് 2 കൊണ്ട് സക്സസീവായിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ബേസ് 8 ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഡെസിമൽ നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സക്സസീവായിട്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ റെക്കോർഡ് ചെയ്യുക, റിമൈൻഡർ റിവേഴ്സ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ അതായിരിക്കും ഒക്ടൽ നമ്പർ. ഡിവിഷൻ മെത്തേഡ്. ആ മെത്തേഡിന്റെ പേരെന്തായിരുന്നു? ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, then the first step is start with your number in base 10. Then the second step is divide the number n by 8 and record the remainder. If the quotient is 0, then stop, else make the quotient as your new number and then go back to step 2. അത് സക്സസീവായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ നോട്ട് ചെയ്യുന്നു, ക്വോഷ്യന്റ് 0 ആവുന്നത് വരെ ഇത് നമ്മൾ ചെയ്യുന്നു. റിമൈൻഡർ ഏത് ഓർഡറിൽ? സ്റ്റാർട്ടിങ് വിത്ത് ദ ലാസ്റ്റ് റിമൈൻഡർ ആസ് യുവർ ഫസ്റ്റ് ഡിജിറ്റ്. ലാസ്റ്റ് റിമൈൻഡർ ഫസ്റ്റ് ഡിജിറ്റ് ആക്കിയിട്ട് നമ്മൾ റിമൈൻഡേഴ്സിന് റിവേഴ്സ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒക്ടൽ നമ്പർ ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം മെത്തേഡ് നമ്മളൊന്ന് പറയാണ്. ഡിവൈഡ് ദ ഡെസിമൽ നമ്പർ ബൈ
8 until you reach 0 and then collect the remainders in reverse. ഓക്കെ, അതാണ് നമ്മളുടെ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്തത്. യൂസിങ് ദ ഡിവിഷൻ മെത്തേഡ്, convert 214 base 10. എന്താ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, 214നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? വി നോ ദാറ്റ് 2 8s are 16. ഓക്കെ, അപ്പോൾ 16 ഇവിടെ 2 8s are 16. Then ഇവിടെ we write 2 here. Then പിന്നെ എത്രയാണ് അവിടെ വരുന്നത്? 54 അല്ലേ? 16 കഴിഞ്ഞാൽ ബാക്കി 5 ഉണ്ടായിരിക്കും, 54. Then 54ൽ 6 8s are 48. Then ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 26ഉം ഒരു റിമൈൻഡർ 6ഉം കിട്ടും അല്ലേ? 26 റിമൈൻഡർ 6. ഇനി അതിനെയാണ് 26നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. 26നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ് കിട്ടുന്നത്. റിമൈൻഡർ എത്ര ഉണ്ടായിരിക്കും? 2 ഉണ്ടായിരിക്കും. ഇനി നമ്മൾ 3നെയാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. കോഷ്യന്റ് 0 ആയിരിക്കും, റിമൈൻഡർ 3 ആയിരിക്കും. അപ്പം നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ, റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ 3 to 6 ഈ ഓർഡറിൽ, 3 to 6 എന്നുള്ള ഓർഡറിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 3 to 6 ബേസ് 8. ഇപ്പം 214 ബേസ് 10നെ നമ്മൾ ഓക്ടലിലേക്ക് കൺവേർട്ട് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഇനി ഇതേപോലെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. 4330. 4330നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 43ൽ 5. Then 33ൽ 4. Then 10ൽ 1. റിമൈൻഡർ ഇന്നുണ്ടായിരിക്കും 541 റിമൈൻഡർ 2. ഇനി അടുത്തത് 8 കൊണ്ട് 541നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. 54ൽ 6. 60. 54ൽ 6 ആണ്. ദെൻ അവിടെ 6 ഉണ്ടായിരിക്കും. 61ൽ 7 ആണ്. ഓക്കെ, റിമൈൻഡർ എത്ര ഉണ്ടായിരിക്കും? 5 ആയിരിക്കും. 67ൽ 8 8s are 64. Then 8 here, remainder 3. Then 8 8, that is 1, remainder 0. Then 1നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് 0 ആൻഡ് 1 ഹിയർ. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഇതിനെ എന്ത് ചെയ്യണം? റിവേഴ്സ് ഓർഡറിൽ 10352 10352 ബേസ് 8. അപ്പം നമ്മൾ അതിനെ ഡെസിമലിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഒക്ടലിൽ നിന്ന് ഡെസിമലിലേക്കുള്ള കൺവേർഷനും ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്കുള്ള കൺവേർഷനും ഇൻറ്റിജർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇതിൽ സബ്സ്ട്രാക്ഷൻ മെത്തേഡ്, ഡെസിമൽ ടു ഒക്ടലിലേക്ക് സബ്സ്ട്രാക്ഷൻ മെത്തേഡ്. സബ്സ്ട്രാക്ഷൻ മെത്തേഡ് എന്തായിരുന്നു? അതായത് മാക്സിമം ആ നമ്പറിൽ നിന്ന്
മാക്സിമം പൊസിഷൻ വെയിറ്റ് സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ കേസിലാവുമ്പോൾ നമ്മൾ ബൈനറിയിലാവുന്ന സമയത്ത് ആകെ 1 0 എന്നുള്ള ക്വാണ്ടിറ്റി ആയതുകൊണ്ട് 1 ആണ് നമ്മൾ അവിടെ എഴുതുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അതല്ല ചെയ്യുന്നത്. എങ്ങനെയാണ് എഴുതുന്നത്? മാക്സിമം പൊസിഷൻ വെയിറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അതിൻ്റെ എത്ര മൾട്ടിപ്പിൾ ആണ് പറ്റുന്നത്, ആ നമ്പറാണ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. എന്താണ് മെത്തേഡ്? സബ്സ്ട്രാക്ട് ഔട്ട് multiples of the largest powers of 8 possible without going below 0 each time until you reach 0. അതായത് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഡെസിമൽ നമ്പറിന് 8ൻ്റെ ലാർജസ്റ്റ് പവേഴ്സ് അല്ലെങ്കിൽ ആ പവേഴ്സിൻ്റെ മൾട്ടിപ്പിൾ സബ്സ്ട്രാക്ട് ചെയ്യാം. ഒരു സിംഗിൾ ലാർജസ്റ്റ് പവർ ആണ് നമ്മൾ ഇത് ചെയ്തെങ്കിൽ മൾട്ടിപ്പിൾ 1 ആയിരിക്കും. ഇനി അതിൻ്റെ ഒരു മൾട്ടിപ്പിള് നമുക്കതിൻ്റെ ഡിഫറെൻ്റ്, ഫോർ എക്സാമ്പിൾ ലെറ്റ് ഇറ്റ് ബി, എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഒരു 38 എന്നുള്ള ഒരു നമ്പറിനെയാണ്. ഓക്കെ, 8ൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് വരുന്ന സമയത്ത് 8 raised to 0, 8 raised to 1, then 8 cube. 8 raised to 1 8 ആണ്, 8 raised to 8 square 64 ആണ്. 38ൽ നിന്ന് എനിക്ക് 64 മൈനസ് ചെയ്യാൻ പറ്റില്ല. 8 ആണ് മൈനസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ 8ൻ്റെ എനിക്ക് ഡിഫറെൻറ്റ് പവേഴ്സ് അല്ലേ, 32 വരെ എനിക്ക് അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 4 into 8 അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് 4 into 8 38ൽ നിന്ന് 32 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. ഓക്കെ, അപ്പോൾ ഏതാ നമ്മൾ 32 ആണ് മൈനസ് ചെയ്തത്. 32നെ നമ്മൾ എന്താക്കി എഴുതുന്നു? 4 into 8 raised to 1 ആക്കി എഴുതുന്നു. അപ്പോൾ നമ്മൾ 8 raised to 1 എന്നുള്ള പൊസിഷൻ്റെ അവിടെ 4 എഴുതാം. 8 raised to 1 into 4 ആണ് നമ്മൾ മൈനസ് സബ്സ്ട്രാക്ട് ചെയ്തത്. അതുകൊണ്ട് ആ പൊസിഷനിൽ നമ്മൾ 4 ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അവിടെ 6 ആണുള്ളത്. 6ൽ നിന്ന് നമുക്ക് 8 മൈനസ് ചെയ്യാൻ പറ്റില്ല. 8ൻ്റെ കാരണം 8 raised to 1 ഓൾറെഡി സബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി 8ൻ്റെ അടുത്ത പവർ 8 raised to 0. ഓക്കെ, 8 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. എത്ര 8 raised to 0 സബ്സ്ട്രാക്ട് ചെയ്യാം? 6. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തിലെ ഒരു 4, രണ്ടാമത്തേലെ ഒരു 6, then 4 6 ആണ് നമുക്കവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. പ്ലേസ് ദ മൾട്ടിപ്പിൾ വാല്യൂ ഇൻ ഈച്ച് പൊസിഷൻ വേർ യു കുഡ് സബ്സ്ട്രാക്ട് ദ വാല്യൂ. പ്ലേസ് എ 0 ഇൻ ഈച്ച് പൊസിഷൻ ദാറ്റ് കുഡ് നോട്ട് സബ്സ്ട്രാക്ട് ഔട്ട് ദ വാല്യൂ വിതൗട്ട് ഗോയിങ് ബിലോ 0. ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. 3 1 5. നമ്മളിതിൻ്റെ പവേഴ്സ് ഒന്ന് നോക്കുകയാണ്. എഴുതി 1 8 64 512. ഇപ്പോൾ ഇവിടെ നമുക്ക് 315ൽ 512 സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലാർജസ്റ്റ് പവർ 64 ആണ്. 64 സബ്സ്ട്രാക്ട് ചെയ്യാം. അതിൻ്റെ മൾട്ടിപ്പിൾ 128 സബ്സ്ട്രാക്ട് ചെയ്യാം. ഇനി 128 plus 128, 64 into 4, 128 into 1, അത് 256 സബ്സ്ട്രാക്ട് ചെയ്യാം. അത്ര വരെയാണ് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 4 into 64നെ നമുക്ക് ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, 256നെ സബ്സ്ട്രാക്ട് ചെയ്യാം. അത് 4 into 64 ആണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? 4 into 64നെ സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 4നെ എവിടെ എഴുതണം? ഈ പൊസിഷനിൽ നമ്മൾ എഴുതണം. അതായത് 64ൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ 4നെ എഴുതി. അത് സബ്സ്ട്രാക്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് 59 ആണ്. ഇനി 59ൽ നിന്ന് ഇപ്പോൾ ഈ പവർ ഓൾറെഡി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 8 raised to 1 ആണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. 8 raised to 1 എത്ര പ്രാവശ്യം സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും?
8 into 7 56 ആണ്. അപ്പോൾ 7 മൾട്ടിപ്പിൾ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ 7 നമ്മൾ ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം 4 7. ഓക്കെ, ഇനി 3 ആണ് അടുത്ത പവർ 8⁻0, അതായത് 1. 3 വൺസിനെ 3 ഇൻറ്റു 1നെ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ആ 3 നമുക്ക് ഇവിടെ എഴുതണം, റിസൾട്ട് 0 ആയി. അപ്പോൾ നമ്മളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. 473. അപ്പോൾ ആൻസർ എന്താണ്? 315 base 10 that is equal to 473 base 8. ഓക്കെ, മെത്തേഡ് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. 2018 ബേസ് 10 പവേഴ്സ് നമ്മൾ എഴുതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2018 8⁻4 പറ്റില്ല. 8⁻3 3 ടൈംസ് പോസിബിൾ ആണ് അല്ലേ? ഓക്കെ, 3 ഇൻറ്റു 512 ദാറ്റ് ഈസ് ഈക്വൽ ടു 1536. അത് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം. സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 482 കിട്ടും. അപ്പോൾ നമ്മൾ 3 എന്നുള്ള ക്വാണ്ടിറ്റീനെ എവിടെ എഴുതണം? 512ൻ്റെ താഴെ 3 ആയിട്ട് നോട്ട് ചെയ്തു. ഇനി 8ൻ്റെ അടുത്ത പവർ 8⁻2. അത് എത്ര പ്രാവശ്യം ഇതിൽ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും? 64 ഇൻറ്റു എത്ര തവണ നമുക്ക് പറ്റും? ഇറ്റ് ഈസ് 7 times. 7 into 64 that is equal to 448. നമ്മൾ ഈ 7നെ ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 34 ആണ്. അപ്പോൾ 7 നമ്മൾ ഈ പ്ലേസിൽ എഴുതി. ഇനി അടുത്തത് 34ൽ അടുത്ത പവർ 8 ആണ്. 8⁻1 32. 4 into 8 are 32. അപ്പോൾ നമ്മൾ ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് റിസൾട്ട് കിട്ടുക. 4 നമുക്ക് ഇവിടെ എഴുതാം. ഇനി 2 8⁻2 8⁻0. ദെൻ ആ 2നെ നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തു. ദെൻ നമുക്ക് കിട്ടിയ നമ്പർ 3742 base 8. 3742 base 8. The answer is 3742 base 8. ഡെസിമലിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള 2 മെത്തേഡും ഒക്ടലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തത് റിയൽ നമ്പേഴ്സിന്റെ കൺവേർഷൻ. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there must be some integer part, then a fractional part. Okay. ഇപ്പോൾ ഡെസിമൽ ഈക്വലന്റ് ഓഫ് ഒരു ഒക്ടൽ നമ്പർ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇതിന് എക്സ്പാൻഷൻ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുക. എന്താ ചെയ്യേണ്ടി വരിക? ഇവിടെ ഇൻറ്റിജർ പാർട്ട് 137 പവേഴ്സ്, അതായത് എന്താണ് നമ്മൾ പറയുക, ഇതിൻ്റെ പൊസിഷൻ വെയിറ്റ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തണം അല്ലേ? പൊസിഷൻ വെയിറ്റ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലിക്കേഷൻസ് നടത്തണം. അതായത് നമുക്കറിയാം ഇവിടെ 137 ആണെങ്കിൽ ഇത് 8⁻0 ആണ്, ഇത് 8⁻1 ആണ്, ഇത് 8² ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റിജർ പാർട്ടിനെ ഈ രൂപത്തിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 95 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടത്? ഫ്രാക്ഷൻ പാർട്ട് 0.21 ആണ്. 0.21 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 8⁻1 ആണ്, ഇത് 8⁻2 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ കിട്ടും? 2 into 8⁻1 plus 1 into 8⁻2. ഓക്കെ, അതായത് 2 into ആക്ച്വലി ഇതെന്താണ്? 2 into 1/8 plus 1 into 60 1/64. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എങ്ങനെയായിരിക്കും? 2 into 1/8 2/8, or we can write it as
64ന്റെ ടേംസിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഒരു 8 കൊണ്ട് കാരണം LCM എടുത്ത് നമ്മൾ ചെയ്താൽ മതി. 64 ഓക്കെ 8 into 2 that is equal to 16 plus 1. Then it is 17 divided by 64.265 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വാണ്ടിറ്റി അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരിക്കും? ആൻസർ മസ്റ്റ് ബി ഈക്വൽ ടു 95.265 base 10. The answer, the decimal equivalent is 95.265 base 10. അപ്പോൾ ഇനി ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്കുള്ള കൺവേർഷൻ, അതാണ് നമുക്ക് കുറച്ചും കൂടി ടെഡിയസ് ആയിട്ട് വരുന്നത്. അതിലെ ഫസ്റ്റ് പാർട്ട് ഇൻറ്റിജർ പാർട്ടിനെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഡെസിമൽ ടു ബൈനറി ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അതായത് എന്ത് ചെയ്യും? ഇൻറ്റിജർ പാർട്ടിനെ നമ്മൾ ചെയ്യുമ്പോൾ പ്രോഗ്രസീവ് ഡിവിഷനും ഫ്രാക്ഷണൽ പാർട്ടിനെ ചെയ്യുമ്പോൾ പ്രോഗ്രസീവ് മൾട്ടിപ്ലിക്കേഷനും, അല്ലേ? അപ്പോൾ അവിടെ ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ 73.75 ബേസ് 10. അപ്പോൾ അതിൽ ഇൻറ്റിജർ പാർട്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസീവ് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ മുമ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ആ രൂപത്തിൽ ചെയ്യാം. ഇപ്പം നമ്മളിവിടെ ഫ്രാക്ഷണൽ പാർട്ട് നമുക്കൊന്ന് നോക്കാം. ഫ്രാക്ഷണൽ പാർട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് 0.75 ആണ്. അതിനെ നമ്മൾ 8 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുക, അല്ലേ? പ്രോഗ്രസീവ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 8 ആണ്. അപ്പോൾ 8 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 0.75 ഇൻറ്റു 8. 0.75 ഇൻറ്റു 8 മസ്റ്റ് ബി ഈക്വൽ ടു 6 ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ അതായത് നമ്മൾ ഫ്രാക്ഷനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 0.75 ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് 6.0. ഓക്കെ, അപ്പോൾ അതിൽ 0.75 എന്നുള്ള ആ ക്വാണ്ടിറ്റീനെ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് അതിൽ 0 ആണ്. കാരണം ഇവിടുത്തെ ഈ 6നെയാണ് നമ്മളുടെ അവിടുത്തെ റിമൈൻഡർ ആയിട്ട് നമ്മൾ വന്നിട്ട് പറയുന്നത്. അത് ക്യാരി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന. അപ്പോൾ ആ 6നെയാണ് നമ്മൾ ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടായിട്ട് എടുക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാം.
അടുത്തൊരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഒരു നമ്പർ 324.987 ബേസ് 10. ഇതിനെ എന്ത് ചെയ്യുന്നു? ഒക്ടലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് പാർട്ട് ചെയ്യുന്നു? ഇൻറ്റിജർ പാർട്ട് 3 to 4 ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുന്നു. 8 4 8s are 32 4 0 remainder 4 repeating with 8. 8 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. It is 8 5s are 40. Then the remainder is 0. Then also with divide it by 8. The quotient must be equal to 0. It is 5 not 4. The remainders are taken in the reverse order. Okay, then here we write the integer part 5 not 4 point. Then I take the fractional part. We must use the method of progressive multiplication. അതിന് വേണ്ടിയിട്ട് നമ്മൾ 0.987 8 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. ഇത് 0.987 into 8. നമുക്ക് നമ്പർ കിട്ടുക 7.896. അതിൽ ക്യാരി ആയിട്ട് 7 നമ്മൾ എഴുതുന്നു. ബാക്കി കിട്ടുന്ന 896 വീണ്ടും 8 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. ഓക്കെ, 0.896 into 8 is equal to what? It must be equal to 7.168. വീണ്ടും 7 carry over 0.168. 0.168 into 8. 0.168 into 8. That is equal to 1.344. 1 വീണ്ടും നമ്മൾ ക്യാരി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. Then 0.344 into 8. 0.344 into 8. That is 2.752. 2 ക്യാരി ഓവർ ചെയ്യുന്നു. 0.752 into 8. That is equal to 0.752 into 8. That is equal to 6.016. 6 വീണ്ടും ഇത് ചെയ്യും.
ക്യാരീനെ ഈ ഓർഡറിലാണ് നമുക്ക് എഴുതേണ്ടത്. ഇനി നമുക്കറിയാം ഇതിൽ 0 ലാസ്റ്റ് ഡിജിറ്റ്, അതായത് ലാസ്റ്റ് ക്വാണ്ടിറ്റി 0യിലേക്ക് പോകുന്നില്ല എങ്കിൽ അക്യുറസിക്ക് അനുസരിച്ച് നമുക്ക് എവിടെയെങ്കിലും നിർത്താം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു തിരിച്ച് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ 1/8 ആണ്, ഇവിടെ 1/64 ആണ്. ഈ ഡിജിറ്റ് എത്തുമ്പോൾ 1/512 ആണ്. ഇത് അതിൻ്റെ 8 ടൈംസ് ആണ് വീണ്ടും വരുന്നത്. അപ്പോൾ 4000 സംതിങ്. ഓക്കെ, അപ്പോൾ ഇതുവരെയൊക്കെ അക്യുറസി നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് മാത്രം എഴുതുന്നു, 771. വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. തൽക്കാലത്തേക്ക് ഞാൻ ഇത്ര പോയിന്റിൽ മാത്രം നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റിയൽ നമ്പേഴ്സിനെ കൺവേർഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഒരു ബേസ് 16 നമ്പർ സിസ്റ്റം ആണ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള 16 സിമ്പിൾസ് വേണം. പക്ഷെ നമുക്കറിയാം നമ്മളുടെ കയ്യിൽ 0 to 9 എന്നുള്ള നമ്പേഴ്സ് മാത്രമാണുള്ളത്. ടോട്ടൽ 10. അപ്പോൾ ബാക്കി 6 പൊസിഷനിലേക്ക് we take some alphabet. Capital A, capital B, capital C, capital D, capital E and capital F. അപ്പോൾ ടോട്ടൽ എത്രയായി? 16 ഡിജിറ്റ്സ് അല്ലെങ്കിൽ 16 സിമ്പിൾസ് ആയി. അപ്പോൾ അതുകൊണ്ട് ബേസ് 16 ആണ്. ഇനി ഇതിലേതെങ്കിലും ഒരു നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ 1F4. എക്സ്പാൻഷൻ മെത്തേഡിൽ ഇവിടെ 16 raised to 0, 16 raised to 1, 16 raised to 2. ഓക്കെ, എക്സ്പാൻഷൻ മെത്തേഡിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു വാട്ട്? 1 into 16 raised to 2 plus f into 16 raised to 1 plus 4 into 16 raised to 0. then നമുക്കിവിടെ എന്തായിരിക്കും എഫ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ എത്തി. ഇനി ബാക്കി നമുക്കുള്ള ഡിജിറ്റ്സിന് പകരം അല്ലെങ്കിൽ അതിന് പകരമാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 0 മുതൽ ആക്ച്വലി നമുക്ക് 15 വരെയുള്ള ക്വാണ്ടിറ്റികൾ വേണം. ഇപ്പോൾ 0 to 15 ആവുന്ന സമയത്ത് 16 ഡിഫറെൻറ്റ് സിമ്പിൾസ് നമുക്കാവും. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ആ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ന് ഈക്വലൻ്റ് ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഈക്വലൻ്റ് ആണ്, സി 12ന് ഈക്വലൻ്റ് ആണ്, ഡി 13 ഈക്വലൻ്റ് ആണ്, ഇ 14 ഈക്വലൻ്റ് ആണ്, എഫ് 15 ഈക്വലൻ്റ് ആണ്. ഡെസിമൽ 10ന് ഈക്വലൻ്റ് ആയിട്ട് എ, അതേപോലെ ഡെസിമൽ 15 ഈക്വലൻ്റ് ആയിട്ട് എഫ് വരെയുള്ള ആ സിമ്പിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ എക്സാമ്പിൾ എഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി അത് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് എഫ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക? 50 എന്നുള്ള നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു കൺവേർഷൻ നോക്കാം. അത് ഹെക്സിൽ നിന്ന് ഡെസിമലിലേക്കുള്ള കൺവേർഷൻ എക്സ്പാൻഷൻ മെത്തേഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ചെയ്യേണ്ട മെത്തേഡ് നമുക്ക് ഫെമിലിയർ ആണ്. എന്ത് ചെയ്യണം? റൈറ്റ് മോസ്റ്റ് നമ്പറിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ nth ഡിജിറ്റിനെയും 16 raised to n-1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, എല്ലാതും ആഡ് ചെയ്യാം. ഓക്കെ, 1F4 നമ്മൾ അതേ നമ്പർ തന്നെ എടുത്തു. 1F4 എങ്ങനെയാണ് അത് എഴുതേണ്ടത്? ഇങ്ങനെയാണ് നമ്മൾ എഴുതാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് 1 into 16 square. Okay, 1 into 16 square, that is equal to 256 plus f into 16 plus 4 into 1. f ന്റെ വാല്യൂ എന്താ നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് 15. then
1 into 256 plus 15 into 16 plus 4 into 1. It must be equal to 256 plus 240 plus 4, that is equal to 500. 500 എന്നുള്ള ഒരു ഡെസിമൽ നമ്പറിനെയാണ് ഹെക്സാഡെസിമലിൽ നമ്മൾ 1F4 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 25AC 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇൻറ്റു 16⁻³ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? ഓക്കെ, 25AC. ദെൻ കൺവേർഷൻ്റെ സമയത്ത് 2 ഇൻറ്റു 16³ that is equal to 4096 plus 5 into 256 plus A into 16 plus C into 1. A is equal to what? A is equal to 10 and C is equal to 12. Okay. Then 2 into 4096 plus 5 into 256 plus 10 into 16 plus 12 into 1. Sum ചെയ്ത് കഴിഞ്ഞാൽ it must be equal to 9644. എക്സിൽ നിന്ന് ഡെസിമലിലേക്കുള്ള കൺവേർഷൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡെസിമലിൽ നിന്ന് ഹെക്സിലേക്ക് എങ്ങനെയായിരിക്കും കൺവേർഷൻ. മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയായിരിക്കും ഡെസിമലിൽ നിന്ന് ഹെക്സിലേക്ക്, അത് ബേസ് 16 ആണ്, 16 കൊണ്ട് സക്സസീവ് ഡിവിഷൻ നടത്തണം. ഓക്കെ, ഡിവിഷൻ മെത്തേഡ്. സ്റ്റാർട്ട് വിത്ത് യുവർ നമ്പർ, divide n by 16 and record the remainder. If the quotient is equal to 0, then stop, else make the quotient your new number, then go back to step 2. Okay, the remainders comprise your answer starting with the last remainder as your first digit. Or we can say that divide the decimal number by 16 until you reach 0 and then collect the remainders in reverse. Okay. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 126 സക്സസീവായിട്ട് ഡിവിഷൻ നടത്തണം. 126 by 16. 16ന്റെ എത്ര മൾട്ടിപ്പിൾ അവിടെ ഉണ്ടായിരിക്കും? ഓക്കെ, 7. ഓക്കെ, റിമൈൻഡർ എത്ര വരും? 14. പക്ഷെ നമുക്ക് 14 എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? ഹെക്സാഡെസിമലിൽ 14 ഇല്ല, പക്ഷെ അതിന് പകരം ഇ ആണ് സിമ്പിൾ. ഇപ്പോൾ 14 റിമൈൻഡർ 14 ആണെങ്കിലും നമ്മൾ അതിനെ ഇ ആക്കിയിട്ട് ഡിനോട്ട് ചെയ്യണം. ദെൻ 7നെ നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 7 വരും. ഓക്കെ, ദെൻ റിവേഴ്സ് ഓർഡറിൽ 7E. 7E ആയിരിക്കും നമ്മളുടെ ആൻസർ ഈസ് 7E base 16. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 603 base 10. 603നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര പ്രാവശ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാം? 37. 11 റിമൈൻഡർ ആയിരിക്കും. 11നെ നമ്മൾ ബി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. 37ലാണെന്നുണ്ടെങ്കിൽ 2 times remainder 5. Then 2 divided by 16, the quotient is 0 and the remainder is 2. Then reverse order എടുക്കാനുമ്പോൾ 25B. 25B base 16. ഇപ്പോൾ ഡെസിമലിനെ എങ്ങനെയാണ് എക്സിലേക്ക് കൺവേർഷൻ എന്ന് നമ്മൾ കണ്ടെത്തി. അതേപോലെ തന്നെ എങ്ങനെയാണ് എക്സ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും. ഇപ്പോൾ ഇൻറ്റിജർ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൽ സബ്സ്ട്രാക്ഷൻ മെത്തേഡ് ആദ്യത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ വാല്യൂ ആണ് നമ്മൾ ചെയ്യേണ്ടി വരിക. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കാം.
810. ഓക്കെ, മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പവർ സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പവർ 256 ആണ്. 256ൻ്റെ 3 മൾട്ടിപ്പിൾസ് നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. 3 × 256 ഈസ് 768. അപ്പം നമ്മൾ ഒരു 3നെ എവിടെ എഴുതണം? ഇവിടെ ഒരു 3നെ നമ്മൾ എഴുതണം അല്ലേ? 3 എഴുതി. ഇനി 42ൽ നിന്ന് 16 എത്ര തവണ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും? 2 ടൈംസ്. 2 × 16 ഈസ് 32. അപ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ 2 എന്നുള്ളതിനെ എവിടെ എഴുതണം? ഇവിടെ 2 എഴുതി. ഇനി 10 ആണ്. 10ൽ 10 ടൈംസ്. അപ്പോൾ അവിടെ 10 ആണ്. 10നെ 10 ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അതിന് പകരം എന്താണ് അവിടെ എഴുതുക? വി റൈറ്റ് ദ എ. 10ൻ്റെ പകരം നമ്മൾ എ ആണ് അവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് 32A നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ആൻസർ ഈസ് 32A. ഓക്കെ, സബ്സ്ട്രാക്ഷൻ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെസിമലിൽ നിന്ന് ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ 156. 256 അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റില്ല. 16ൻ്റെ എത്ര മൾട്ടിപ്പിൾ നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റും? 9 മൾട്ടിപ്പിൾ. ഓക്കെ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് 12 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 16ൻ്റെ തൊട്ട് താഴെ നമ്മൾ 9 ഡിനോട്ട് ചെയ്യും. ഇനി 12ൽ നിന്ന് എത്ര വൺസ്? 12. പക്ഷേ 12നെ നമുക്ക് അവിടെ എഴുതാൻ പറ്റില്ല. 12ന് പകരം നമ്മൾ എന്താണ് എഴുതുന്നത്? സി. ദെൻ 9C. ആൻസർ ഈസ് 9C. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സിനെ കൺവേർഷനാണ്. ഹെക്സാഡെസിമലിൽ നിന്ന് നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എക്സ്പാൻഷൻ മെത്തേഡാണ്. അത് വളരെ സിമ്പിളാണ്. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ അല്ലേ? എന്ത് ചെയ്യണം? എക്സ്പാൻഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ മെത്തേഡിൽ ഇൻറ്റീജർ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രാക്ഷൻ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്യാം. 0 × 16⁻⁴ plus 14 × 16⁻1 plus 1 × 16² that is equal to 0 plus 224 plus 256 that is equal to 480. ഇനി എന്ത് ചെയ്യണം? 2A. 2A-നെ 2 × 16⁻⁻1 പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. 10 × 16⁻². അത് ചെയ്ത് കഴിഞ്ഞാൽ 0.164 കിട്ടും. അപ്പോൾ നമ്മളുടെ ടോട്ടൽ വാല്യൂ, ഡെസിമൽ വാല്യൂ എത്രയാണ് കിട്ടിയത്? 480. 480.164 ബേസ് 10. ഓക്കെ, ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലിലേക്കുള്ള കൺവേർഷൻ. ഡെസിമലിലേക്ക് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എക്സ്പാൻഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഇനി ഡെസിമലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷൻ പാർട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. അതിലെ ഇൻറ്റിജർ പാർട്ട് നമ്മൾ സക്സസീവ് ഡിവിഷൻ വഴി നമ്മൾ ചെയ്ത് ഫെമിലിയർ ആണ്. ഇവിടെ നമ്മൾ 82ൻ്റെ അതിനെ നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 52 ആയിട്ട് കിട്ടും. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് 0.25ൻ്റെ കൺവേർഷനാണ്. ഫ്രാക്ഷണൽ പാർട്ട് 0.25 ആണ്. ആ 0.25നെ നമ്മൾ 16 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. അതായത് 0.25 × 16 എത്രയായിരിക്കും? 4 ആയിരിക്കും നമ്മളുടെ റിസൾട്ട് വരിക. 4.0. അപ്പോൾ നമ്മൾ 0 റിസൾട്ട് ഇവിടെ എഴുതി. 4 ആണ് നമ്മളുടെ ക്യാരി. അതാണ് നമ്മളുടെ ഡെസിമൽ പോയിന്റ്. റിസൾട്ട് 0 ആയതുകൊണ്ട് നമ്മളുടെ അത് അവിടെ കഴിഞ്ഞു. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 52.4. ദ റിസൾട്ട് ഈസ് not 52, 52.4 base 60. ഓക്കെ, ഇപ്പോൾ ഡെസിമലിൽ നിന്ന് എങ്ങനെയാണ് ഹെക്സാഡെസിമലിലേക്ക് കൺവേർഷൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇതോടെ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഒക്ടൽ, അതേപോലെ തന്നെ ഹെക്സാഡെസിമൽ
ഈ രണ്ട് നമ്പറിൻ്റെയും ഡെസിമലിലേക്കുള്ള കൺവേർഷനും ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്കും ഹെക്സാഡെസിമലിലേക്കുള്ള കൺവേർഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.